ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തി അല്ലെങ്കിൽ ചാള. ഈ മീനിനെ നമ്മൾ ഇരുമ്പമ്പുളി ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള നല്ലൊരു കറിയായിട്ടാണ് കേട്ടോ. കറിയുടെ റെസിപ്പി ആയിട്ടാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് അത് ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ കൂട്ടാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടി നല്ലോണം കഴുകി മാറ്റി വെച്ചതാണ്. ആ ചട്ടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചാറിനുള്ള വെള്ളം നമുക്കിത് ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലൊന്ന് കലക്കി ഒഴിച്ചു, ബാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇരുമ്പുളി ഒരു 4 കഷ്ണാക്കിയിട്ടാണ് നുറുക്കിയത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാളയാണ്, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായി അടച്ച് വെക്കണില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്ന് രീതിയിലായിട്ടാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ചധികം നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു കുഞ്ഞൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഫ്രഷ് വേപ്പിൻ്റെ ഇലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കറി റെഡിയാക്കാനായിട്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്, നല്ല റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം.